റോഷിപാൽ, ഇതിൽ പല കാര്യങ്ങളും പുറമേ പറഞ്ഞു കേട്ടതാണ്. പക്ഷേ അതൊരു റിപ്പോർട്ടിന്റെ ഭാഗമാകുമ്പോൾ അതിന്റെ ആധികാരികത കൂടുകയാണ്. മുന്നിൽ വന്ന് മൊഴി നൽകിയ സ്ത്രീകൾ അവർ നേരിട്ട പീഡനം അത് ഏത് തരത്തിലാണ്, ആരിൽ നിന്നൊക്കെയാണ് എന്നതടക്കം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സർക്കാരിന്റെ ഒരു പിന്തുണയുണ്ടെങ്കിൽ ഈ 51 പേരിൽ കുറച്ചു പേർക്കെങ്കിലും ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് തങ്ങൾ നേരിട്ട പീഡനത്തെക്കുറിച്ച്, പ്രത്യേകിച്ചും ലൈംഗികമായ ആവശ്യങ്ങൾക്ക് സഹകരിച്ചില്ലെങ്കിൽ, കോപ്പറേഷൻ ആണല്ലോ മെയിൻ, അതിൽ ആ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായില്ലെങ്കിൽ പിന്നീട് അവസരമില്ല എന്ന് പറഞ്ഞ അവസരം നിഷേധിച്ച് പുറത്താക്കിയിട്ടുള്ള സ്ത്രീകളുണ്ടാകും. അവർക്ക് സർക്കാരിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ പരാതിപ്പെട്ടുകൂടെ? ആ രീതിയിലുള്ള ഒരു പിന്തുണ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? നമ്മൾ ഈ റിപ്പോർട്ട് ഏറ്റുവാങ്ങിയതിനു ശേഷം അതിന്റെ പേജുകളിലൂടെ കടന്നു പോകുമ്പോൾ ഇനി അവർക്ക് നൽകേണ്ടത് അങ്ങനെയുള്ള ഒരു സപ്പോർട്ടല്ലേ? അതായത് എത്ര വലിയ തമ്പ്രാനായാലും നിയമത്തിന് മുന്നിൽ തുല്യനല്ലേ റോഷിപാൽ? സുജയ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണ മാത്രം പോരാ. ഈ വെളിപ്പെടുത്തൽ നടത്തിയ അല്ലെങ്കിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ സിനിമാ പ്രവർത്തകർക്ക് അത് പൊതുസമൂഹത്തിൻ്റെ പിന്തുണ കൂടി അനിവാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവർ ഇനി പോരാട്ടം നടത്തേണ്ടത് സിനിമാ മേഖലയെ ഏറെക്കാലമായി ഭരിച്ചിരുന്ന വലിയ രാജാക്കന്മാരുമായാണ്. വലിയ ബിംബങ്ങളുമായി നേർക്കുനേർ പോരാട്ടം നടത്തേണ്ടി വരും. നമുക്കറിയാം 2017 കൊച്ചിയിൽ രാജ്യത്തെ തന്നെ നടുക്കിയ നടിയെ ക്രൂരമായി ആക്രമിക്കപ്പെട്ട ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് ആ നടി നടത്തിയ നിയമ പോരാട്ടം, അവർക്ക് നൽകിയ പിന്തുണ ചില സിനിമാ പ്രവർത്തകർ, പിന്നീട് അവർക്കുണ്ടായ അനുഭവങ്ങൾ, അതാണ് ഇവരെ ആശങ്കപ്പെടുന്നത്, ഇവർക്ക് മുന്നിലുള്ള ഒരു പാഠം. അവർ പൂർണ്ണമായും സിനിമാ മേഖലയിൽ നിന്നും തുടച്ചു മാറ്റപ്പെട്ടു, ഈ നടിക്ക് പിന്തുണ നൽകിയവർ മുഴുവൻ. അങ്ങനെ അതിജീവിതയ്ക്ക് പിന്തുണച്ചവർക്ക് പൂർണ്ണമായും ഇൻഡസ്ട്രിയിൽ നിന്നും ഔട്ടാകുന്ന ഒരു സാഹചര്യം, അവരെ പൂർണ്ണമായും പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യം. അതാണ് ഇവർ പരസ്യമായി ഒരു പരാതിയുമായി രംഗത്തെത്താത്തത്, അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ എത്താത്തതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ സംസ്ഥാന സർക്കാർ, പോലീസ്, നിയമവകുപ്പ്, അതിനപ്പുറത്തേക്ക് പൊതുസമൂഹം ഇവർക്ക് പിന്തുണ നൽകി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇവർ പരാതിയുമായി ശക്തമായി മുന്നോട്ട് പോകുമെന്ന്. അങ്ങനെയെങ്കിൽ അത് സിനിമാ മേഖലയിൽ ഒരു ചരിത്രമാകും, ഒരു ഉടച്ചുവാർക്കൽ അല്ലെങ്കിൽ ഒരു ശുദ്ധീകരണത്തിന് തുടക്കമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തേക്ക് ഞെട്ടിക്കുന്ന വേട്ടയാടലുകൾ സിനിമാ മേഖലയിൽ വനിതകൾ അനുഭവിച്ചു എന്നത് ഈ റിപ്പോർട്ടിൽ 233 പേജിലുണ്ട്. അതിനപ്പുറത്തേക്ക് വെട്ടിമാറ്റപ്പെട്ട പേജുകൾ, തെളിവുകൾ അടങ്ങിയ മെമ്മറി കാർഡ്, പെൻഡ്രൈവ് അടക്കം മൊഴികൾ, ഇവർ നൽകിയ മൊഴികളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ മൊഴികൾ കൂടി പുറത്തു വന്നാലുണ്ടാകുന്ന ഗൗരവം, അതിൻ്റെ ഒരു വിറങ്ങലിപ്പ് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഈ സിനിമാ മേഖലയിൽ ഇവർ വർഷങ്ങളായി അനുഭവിച്ച പീഡനങ്ങൾ, അവർ പലരും പീഡനം അനുഭവിച്ച പലരും മൺമറഞ്ഞു പോയിട്ടുണ്ട്. ഈ സിനിമ തുടങ്ങിയ കാലം മുതൽ വേട്ടയാടലുകളാണ്. ആ വേട്ടയാടലുകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയെങ്കിലും ഇതിനൊരു അറുതി വേണം. ആ അറുതി വരുത്താൻ സർക്കാരിന് മുന്നിലുള്ള ഒരവസരമാണിത്. ഇത് ചർച്ച ചെയ്യപ്പെട്ട് തുടങ്ങി. പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൂവ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. മലയാള സിനിമയിലെ സെക്ഷൽ മാഫിയയെ പുറത്തു കൊണ്ടുവരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി ആവശ്യപ്പെട്ട് DGPക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി. ഏറ്റവും ഗുരുതരമായ കണ്ടെത്തൽ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമമാണ്. അതിൽ പ്രായപൂർത്തിയാകാത്തവർ വരെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സൂചനകൾ വരുമ്പോൾ ഈ ഗുരുതരമായ ലൈംഗിക അതിക്രമ വിഷയങ്ങളിൽ കുറ്റക്കാരായവർക്കെതിരെ കേസെടുത്ത് നിയമ നടപടി സ്വീകരിക്കണം എന്നാണ് DGPക്കും സംസ്ഥാന വനിതാ കമ്മീഷനും കൊടുത്തിരിക്കുന്ന പരാതി. അല്പസമയം മുൻപാണ്, കൃത്യം സമയം പറഞ്ഞാൽ 3 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയപ്പോൾ നമ്മൾ ഈ ഓരോ പേജും എടുത്ത് ഡിസ്കസ് ചെയ്തതിന് സമൂഹത്തിൽ നിന്ന് അതിന്റെ അനക്കം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ആദ്യ നീക്കം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്നു. അബിൻ വർക്കി പരാതി ഇപ്പോൾ ഇമെയിൽ ചെയ്തിരിക്കുകയാണ് DGPക്കും സംസ്ഥാന വനിതാ കമ്മീഷനും. ദ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വാസ് റിലീസ് ടുഡേ റിവീലിംഗ് വേരിയസ് അലിഗേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇമെയിൽ സന്ദേശം എത്തിയിരിക്കുകയാണ്. ഇനി പരാതിയില്ല എന്ന് സർക്കാരിന് പറയാൻ കഴിയില്ല റോഷിപാൽ. സുജയ, അത് ഏറ്റവും നിർണായക നീക്കമെന്ന് പറയേണ്ടി വരും. കാരണം നേരത്തെ നമ്മുടെ നിയമകാര്യ ലേഖകൻ ശ്യാം ദേവരാജ് തന്നെ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചതാണ്. ആരെങ്കിലും പൊതു താല്പര്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചാൽ നിലപാടെടുക്കേണ്ടി വരും. കാരണം അത്രയും വലിയൊരു ചൂഷണം സ്ത്രീകൾക്കെതിരെ, സ്ത്രീകളായ കലാപ്രവർത്തകർക്കെതിരെ, സിനിമാ പ്രവർത്തകർക്കെതിരെ സംസ്ഥാനത്ത് നടന്നിരിക്കുന്നു. അത് ഒരു റിട്ടയർഡ് ജസ്റ്റിസിന് മുന്നിൽ അവർ വിശദീകരിച്ചിരിക്കുന്നു. ആ വിവരങ്ങൾ മുഴുവൻ അത് ഇന്ന് പബ്ലിക് ഡൊമൈനിലേക്ക് എത്തിയിരിക്കുന്നു. അത് ചർച്ച ചെയ്യപ്പെടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അതിൽ തുടർ നിയമ നടപടികളിലേക്ക്
നടപടികൾക്ക് സർക്കാർ നീങ്ങേണ്ടി വരും, നിയമ സംവിധാനങ്ങൾ നീങ്ങേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് ഈ പരാതി ഒരു ഘടകമായി മാറും. മാത്രവുമല്ല, ഈ കാര്യത്തിൽ ഇത്രയും കാലം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരേണ്ടത് അത് വെറും WCCയുടെ മാത്രം ആവശ്യമല്ല, അത് പൊതുസമൂഹത്തിൻ്റെ കൂടി ആവശ്യമാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന പൊതുസമൂഹത്തിൽ ഒരു കൂട്ടം വനിതകൾ അവർ ചൂഷണം ചെയ്യപ്പെടുന്നു, ക്രൂരമായി വേട്ടയാടപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു വിവരം 4.5 വർഷക്കാലം അത് സാംസ്കാരിക വകുപ്പ് ഇരുട്ടുമുറിയിൽ അടച്ചു വെക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ തന്നെ വലിയ തെറ്റാണ്, ഗുരുതരമായ തെറ്റാണ്. ഏതായാലും റിപ്പോർട്ട് പുറത്തു വന്നു. അതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യത്തെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. അവർ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നു. ഇനി സംസ്ഥാന പോലീസ് മേധാവി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പ് എടുക്കുന്ന തീരുമാനം നിർണായകമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ ഈ കാര്യത്തിൽ ഹൈക്കോടതി ഉൾപ്പെടെയുള്ള നിയമ സംവിധാനങ്ങളെ, ജുഡീഷ്യറിയെ സംസ്ഥാനത്തും പലരും പൊതുപ്രവർത്തകരും സമീപിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. കാരണം വനിതാ പ്രവർത്തകർക്ക് കേരളത്തിൽ സിനിമാ ലോകം ഒന്നാകെ ഞെട്ടിയിരിക്കുന്നു, കേരള പൊതുസമൂഹം തന്നെ ഞെട്ടിയിരിക്കുന്നു. ഇത്രയുമേറെ വലിയ പീഡനങ്ങളും വേട്ടയാടലുകളും ഈ ഇൻഡസ്ട്രിയിൽ, ഈ മേഖലയിൽ നടന്നിട്ടും അത് എന്തുകൊണ്ട് പുറത്തു വന്നില്ല എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. ചെറിയ കുഞ്ഞു സിനിമാ താരങ്ങൾ വരെ, സിനിമാ പ്രവർത്തകർ വരെ, പ്രായപൂർത്തിയാകാത്ത സിനിമാ പ്രവർത്തകർ വരെ ചൂഷണത്തിന് ഇരയാകുന്നു എന്ന് പറഞ്ഞാൽ എത്ര ഖേദകരം, എത്ര ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിലെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്ന് ലൈംഗികമായുള്ള ആവശ്യം. അത് നേരിട്ട് തന്നെ പോയി ചോദിക്കുകയാണ്, വാതിലിൽ മുട്ടുകയാണ്, തുറക്കണം, തുറന്നു തരണം. അത് ഒരു അപ്രഖ്യാപിത നിയമം പോലെ മാറുകയാണ് സെറ്റുകളിൽ. എത്ര ക്രൂരമായ ഒരു സാഹചര്യമാണെന്ന് നോക്കൂ. ഒരു സ്ത്രീക്ക് താല്പര്യമില്ലെങ്കിലും അവസരത്തിന് വേണ്ടി വഴങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് അവിടെ. അത് ഉണ്ടാകുന്നതല്ല, സ്വാഭാവികമായിട്ടുള്ള ഒരു ബന്ധമല്ല അവിടെ സംഭവിക്കുന്നത്. അവിടെ അവരെ അതിനുവേണ്ടി ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി നിർബന്ധിക്കുകയാണ്. അല്ലെങ്കിൽ വഴങ്ങിയില്ലെങ്കിൽ ആ സെറ്റിന് പുറത്തേക്കാണ്. അതവർക്കും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരാതിയിലേക്ക് പലരും പോകാത്തത്. ലൈംഗികമായ ആവശ്യം നിഷേധിച്ചാൽ പിന്നെ നേരിടേണ്ടി വരുന്നത് മാനസികമായ പീഡനമാണ്. റിപ്പീറ്റഡ് ഷോട്ട്സിലേക്ക് പോകേണ്ടി വരുന്നുവെന്ന് മൊഴി നൽകിയ ആളുണ്ട്. മനുഷ്യാവകാശ ലംഘനം സ്ഥിരം സംഭവമാണ്. സിനിമാ സെറ്റുകളിൽ സുരക്ഷിതത്വമില്ലാതെ ജോലി ചെയ്യേണ്ട സാഹചര്യം അവർക്കുണ്ട്. നിയമവിരുദ്ധമായി അവരെ അങ്ങ് പിന്നീടുള്ള സിനിമകളിൽ അവരുടെ മുഖം സ്ക്രീനിൽ വരാതിരിക്കുന്നതിനായിട്ടുള്ള നിയമവിരുദ്ധമായ ഒരു വിലക്ക് തന്നെ സംഭവിക്കുകയാണ്. പുരുഷാധിപത്യത്തിന്റെ മേഖലയാണ് സിനിമാ ലോകം എന്നുള്ളത് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്ന് വ്യക്തമാണ്. അതായത് ലിംഗവിവേചനം നിലനിൽക്കുന്നു സിനിമാ ലോകത്ത്. നിങ്ങൾക്കൊരു താരമായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ പുരുഷനായിരിക്കണം, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിനും കോംപ്രമൈസിനും വഴങ്ങണം എന്ന് പറയുന്നത് എത്ര ഗുരുതരമായ ഒരു തൊഴിൽ നിഷേധമാണ്. ഇത് കണ്ടിട്ടും ഇതിൽ കൂടുതൽ എന്താണ് സർക്കാരിന് ഇനി വേണ്ടത്? ഇത്രയും വിവരങ്ങൾ 4.5 വർഷം പൂഴ്ത്തിവെച്ച ഫ്രീസറിൽ വെച്ച റിപ്പോർട്ട് ഇതാ പുറത്തു വന്നിരിക്കുന്നു. ഇനിയെങ്കിലും ഒന്ന് അനങ്ങി ഇതിലൊരു ആക്ഷൻ എടുക്കാൻ ഇനി ആരെയാണ് പേടിക്കുന്നത്? പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഇനി എന്ത് പഠിക്കാനാണ്? പഠിക്കാനല്ലേ കമ്മിറ്റിയെ വെച്ചത്? കമ്മിറ്റി പഠിച്ചല്ലോ, പഠിച്ച് റിപ്പോർട്ട് വന്നല്ലോ. ആ റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ. എന്നിട്ടും ഈ വിവേചനം, തൊഴിൽ ചൂഷണം, ലൈംഗികമായ ഒരു അടിമത്തത്തിലേക്ക് അവിടെ ആ തൊഴിൽ മേഖലയിലേക്ക് വരുന്ന മുഴുവൻ സ്ത്രീകളെയും കൊണ്ടുപോകാം എന്ന ഒരു കരുതൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ ഒരു സർക്കാരുണ്ട് എന്ന ബോധ്യം ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന സ്ത്രീകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയെങ്കിലും, അവരുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയെങ്കിലും ഒന്ന് അനങ്ങൂ സർക്കാർ. സിനിമാ ലോകം ലഹരിയുടെ മേഖലയിലാണ്. ലഹരി മുക്തമാക്കും, സെറ്റുകളിലെല്ലാം പരിശോധന നടത്തുമെന്നൊക്കെയുള്ള പ്രഖ്യാപനം ഉണ്ടായിരുന്നല്ലോ. അതെന്തായി? നടിമാരോട് അപമര്യാദയായി പെരുമാറുന്നത്, മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും ഒക്കെ സെറ്റുകളിൽ വന്ന് അപമര്യാദയായി പെരുമാറുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ എന്ത് സംവിധാനമാണുള്ളത്? പ്രതിഫലം നൽകുന്നത്, പ്രതിഫലം കൂട്ടിച്ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രതിഫലം നൽകാതെ അടുത്ത സിനിമയിൽ നിന്ന് അവസരം നിഷേധിക്കുന്ന സംഭവങ്ങളില്ലേ? ഭീഷണിപ്പെടുത്തി അവരെ നിശബ്ദരാക്കുന്നില്ലേ? അതെല്ലാം ഈ റിപ്പോർട്ടിലുണ്ട്. സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ്, മാധ്യമങ്ങൾ പോയി കണ്ടെത്തിയതല്ല. ഒരു പവർ ഗ്രൂപ്പ്, 15 അംഗ ഒരു പവർ ഗ്രൂപ്പ് നിലനിൽക്കുന്നുണ്ട്. ആ ലോബിക്ക് വിധേയരായി നിൽക്കേണ്ടി വരുന്നു എന്നുള്ളത് സിനിമാ ലോകത്തിന്റെ ഗതികേടാണ്. നിലപാടെടുക്കുകയാണെങ്കിൽ വിലക്കാണ് മുന്നിലുള്ളത്. പിന്നെ ആരാണ് നിലപാടെടുത്ത് ഈ സ്ത്രീകൾക്കൊപ്പം നിൽക്കുക? പ്രതികരണങ്ങൾ പോലും വരുന്നില്ല. പ്രതികരിക്കാൻ പേടിയാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകളെ ചൂഷണം ചെയ്യുന്നു. മതിയായ ഭക്ഷണം പോലും കൊടുക്കാതെയാണ് അവർക്ക് സെറ്റുകളിൽ നിൽക്കേണ്ടി വരുന്നത്. വാതിലിലെ മുട്ടൽ, ആ മുട്ടലിനെ കുറിച്ച് ഒരാളല്ല പറഞ്ഞത് കേട്ടോ. നിരവധി പേർ പറഞ്ഞു ഞങ്ങൾക്കെല്ലാം ഉണ്ടായ അനുഭവമാണ് എന്ന്. പല സ്ത്രീകളും പറഞ്ഞു. ആവർത്തിച്ച് മുട്ടിവിളിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന ആ വ്യക്തിയെ മാത്രമല്ല, സിനിമയിലേക്ക് വരുന്ന വ്യക്തിയെ മാത്രമല്ല, അവരുടെ ബന്ധുക്കളെ അടക്കം ഭീഷണിപ്പെടുത്തും. ജീവഭയമുണ്ടെന്ന് മൊഴി കൊടുത്തവരുണ്ട്. കതക് തകർക്കുന്ന രീതിയിൽ തട്ടി വിളിക്കുന്ന ആ മുഖമൂടികളൊക്കെ അങ്ങ് വീഴട്ടെ സർക്കാരെ. തൊഴിലിടത്തിൽ സുരക്ഷിതരല്ലെന്ന ആശങ്ക നടിമാർക്ക് മാറട്ടെ. സിനിമാ ലോകത്ത് സംഭവിക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ അത് ഏതു മേഖലയിലും എന്ന പോലെ തന്നെ ക്രിമിനൽ കുറ്റമാണ്. അതിലിനി പരിശോധനയുടേതല്ല. അവർക്ക് സംരക്ഷണം നൽകിക്കൊണ്ട്, അവർക്ക് തുറന്നു പറച്ചിലിന് അവസരം ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് സർക്കാരാണ്.